നാളെ ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ അതിൽ രണ്ടു കൂട്ടരുടെയും ഭാഗത്തു നിന്ന് ഓരോ വാക്കിലും മുഖ്യമന്ത്രിയുടെ നേരെയുള്ള ഒരു നോട്ടത്തിൽ പോലും രാഷ്ട്രീയം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ എക്സാലോജിക്ക് വിവാദം ഉയർന്നതിന് ശേഷം മുഖ്യമന്ത്രിയെ മുന്നിൽ കിട്ടുമ്പോൾ ആ വിഷയത്തിൽ വെറുതെ അങ്ങ് തൊട്ടുപോവുകയായിരിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എക്സാലോജിക് മാസപ്പടി വിവാദം അത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആയുധം എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു എൻജിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലത്തെ ഒരു സ്റ്റാർട്ടിംഗ് നാളെ കാണാൻ പറ്റുമെന്നാണ് കരുതുന്നത്. പക്ഷേ അതിലേക്ക് എത്രത്തോളം കടക്കുമെന്നുള്ളത് അറിയില്ല. പിന്നെ ഈ സമ്മേളനത്തിനൊരു പ്രത്യേകതയുണ്ട്. 32 ദിവസത്തോളമുള്ള ഒരു സമ്മേളന കാലയളവാണ് എന്നാണ് തോന്നുന്നത്. ജനുവരി 25 നാളെ തുടങ്ങി മാർച്ച് 27-നാണ് തീരുന്നല്ലേ. അപ്പോൾ 32 ദിവസമുണ്ട്. അതിൽ 29, 30, 31 അത് ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ അങ്ങ് പോകുന്നു. 5-ാം തീയതി ബജറ്റാണ്. അതിനുശേഷം 6-ാം തീയതി മുതൽ 11-ാം തീയതി വരെ ഇടവേളയാണ്. അതിനിടയിലാണ് സമരാഗ്നി ജ്വലിക്കുന്നത്. സമരാഗ്നി ജ്വലിപ്പിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന പ്രതിപക്ഷം ബജറ്റ് ചർച്ചയ്ക്ക് വരും 12 മുതൽ 14 വരെ. അപ്പോൾ ആ സമരാഗ്നിയൊക്കെ എത്രത്തോളം ആളിക്കത്തുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും സഭയ്ക്കകത്തെ പെർഫോമൻസ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ സമരാഗ്നി ജ്വലിപ്പിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം നിങ്ങളിപ്പോൾ പറഞ്ഞു വന്ന വിഷയങ്ങളെല്ലാം ആ അഗ്നിയിൽ ഇങ്ങനെ ആളിക്കത്തും. അപ്പോൾ പുറത്തെ ചൂട് അകത്തേക്ക് വരുമ്പോൾ ആ ചൂടിന് കുറച്ചുകൂടി മൂർച്ചയേറും. അതുകൊണ്ട് ആദ്യ ദിവസങ്ങളെക്കാൾ ആളാൻ പോകുന്നത് 12-ാം തീയതി മുതലായിരിക്കും. പിന്നെ 15 മുതൽ 25 വരെ സബ്ജക്ട് കമ്മിറ്റി അങ്ങനെയുള്ള ചർച്ചകളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഈ 13 ദിവസത്തെ ധനാഭ്യർത്ഥന ചർച്ച അതൊക്കെ വരുമ്പോഴേക്കും ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എപ്പോഴായിരിക്കും ഇവർ പറയുക? സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക നിലയെക്കുറിച്ച്, സാമ്പത്തിക ഞെരുക്കത്തിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നതിനെക്കുറിച്ച് സഭയ്ക്ക് പുറത്ത് ധാരാളമായി പറഞ്ഞിട്ടുള്ള ആളുകൾ അതേക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങൾ, പ്രത്യേകിച്ചും കേന്ദ്രമാണോ ഞെരുക്കുന്നത് അതോ സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകേടാണോ, അങ്ങനെയുള്ള ചർച്ചകളിലേക്കൊക്കെ പോകുമോ എന്നുള്ളതാണ് ഈ സമ്മേളന കാലയളവിൽ ഞാൻ ആകാംക്ഷയോടെ നോക്കുന്നത്. ജനങ്ങൾക്ക് മുന്നിൽ സർക്കാർ പറയാൻ പോകുന്നത് എന്താണ്? പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സാർ നേരത്തെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അധിക ദിവസം ഇല്ലാത്തപ്പോൾ നടക്കുന്ന ഒരു സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ സഭയ്ക്കകത്ത് പറയുന്ന ഓരോ പോയിന്റും പുറത്തും ചർച്ച ചെയ്യപ്പെടും. അത് സഭയ്ക്കകത്തില്ലാത്ത BJPയും പുറത്തെടുത്ത് ചർച്ച ചെയ്യും. അതിനിടയിൽ അവരുടെ പദയാത്ര വരുന്നു, അമിത്ഷായും വരുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന തീയതി പ്രധാനപ്പെടുന്നതാകുന്നത് അങ്ങനെ കൂടിയാണ്. ഫെബ്രുവരി 12-ാം തീയതിയാണ് ബജറ്റിന്മേലുള്ള ചർച്ച തുടങ്ങുന്നത്. ആ ദിവസമാണ് അമിത്ഷാ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അപ്പോൾ പുറത്ത് കൃത്യമായ സർക്കാരിനെതിരെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്ന ഒരു വേദിയായി അതിനെ മാറ്റാനായി മറുഭാഗത്ത് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്രാവഗണന, കേന്ദ്രം പിടിച്ചു ഞെരുക്കുന്നു എന്നതിനൊക്കെയുള്ളൊരു മറുപടിക്ക് അപ്പുറത്തേക്ക് കൃത്യമായ മിസൈലുകൾ എന്തെങ്കിലും വന്ന് വീഴുമോ എന്നുള്ളതും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. സർക്കാരിനെതിരെ പ്രതിപക്ഷം കച്ചമുറുക്കി തന്നെ നിൽക്കുകയാണെന്നതിൽ എനിക്കൊരു സംശയവുമില്ല. അതിന് മാത്യു കുഴൽനാടൻ്റെ സാർ സൂചിപ്പിച്ചതുപോലെ മാത്യു കുഴൽനാടനെതിരെയുള്ള ഒരമ്പ് കൊണ്ടൊന്നും അങ്ങനെ പിടിച്ചു നിർത്താനും കഴിയില്ല. കാരണം എക്സാലോജിക് CMRL, കരുവന്നൂർ കണ്ടല 2 ബാങ്ക് തട്ടിപ്പ്, കരുവന്നൂർ വിഷയത്തിൽ ഇപ്പോൾ ദയാവധത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി വരെ വന്ന് നിൽക്കുകയാണ്. അതൊക്കെ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ബുദ്ധിയുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പ്രയോഗിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ ജീവൻ രക്ഷാ പ്രവർത്തനം, നവകേരള സദസ്സ്, രാമക്ഷേത്രം മുതൽ നവകേരള സദസ്സ് വരെ, കരുവന്നൂർ മുതൽ കണ്ടല വരെ, പിന്നെ ഈ പറയുന്ന എക്സാലോജിക്, അങ്ങനെ വിഷയങ്ങൾ ഒരുപാടുള്ളത് പ്രതിപക്ഷത്തിനാണ്. മറുഭാഗത്ത് തിരിച്ചടിക്കാനായി ഇപ്പോൾ തപ്പിയെടുത്ത ഈ ഒരു മാത്യു കുഴൽനാടൻ്റെ ചിന്നക്കനാൽ മാത്രമേ കയ്യിലുള്ളൂ എന്നതാണ് വസ്തുത. പ്രതിപക്ഷം സമരത്തിനൊപ്പം നിൽക്കുന്നില്ല, കേന്ദ്രത്തിനെതിരെ പൊരുതുന്നില്ല എന്നൊക്കെ പറയാമെങ്കിൽ പോലും കൂടുതൽ ആയുധങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്താണ്. അപ്പോൾ പിടിച്ചു നിൽക്കാൻ, പ്രതിരോധിക്കാൻ ഭരണപക്ഷത്തിന് കുറച്ചേറെ വിയർക്കേണ്ടി വരും. പിന്നെ ഗവർണറെ കുറിച്ച് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അടിമുടി രാഷ്ട്രീയമായിരിക്കും ഈ സഭാ സമ്മേളനത്തിൽ. ഗവർണറും പുറത്തൊക്കെ രാഷ്ട്രീയം പറഞ്ഞ് നമ്മൾ ഏറെ കണ്ടു കഴിഞ്ഞു. ആ അടിപിടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സഭാ സമ്മേളനത്തിൽ ഈ കരടിൽ മാറ്റങ്ങളില്ലാതെയാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന ഗവർണർ പെട്ടെന്ന് ഈ 20 ലക്ഷം അനുവദിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് മുൻപ് ഈ നയം മാറ്റി എന്നത് മാത്രമായിരിക്കില്ല. അവിടെയും കൃത്യമായ ഒരു പൊളിറ്റിക്സ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഗവർണറുടെ ആക്ഷൻ പ്ലാൻ എന്തായിരിക്കും എന്നുള്ളതും ആകാംക്ഷയോടെ നോക്കിയിരിക്കേണ്ട ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പോൾ ക്യാമ്പയിൻ്റെ ഒരു ചൂട് ഈ നിയമസഭയ്ക്കകത്ത് റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിൽ എങ്ങനെയായിരിക്കും അത് വരിക? പ്രത്യേകിച്ചും ഈ ചിന്നക്കനാലൊക്കെ വരുമ്പോൾ MA ബേബിയുടെ ഭാര്യയുടെ അനിയത്തിയുടെ ഭൂമി, അങ്ങനെ പല പല വാദങ്ങളും ഒക്കെ സഭയ്ക്കകത്തേക്ക് വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ഈ മോഡൽ ചോദ്യപേപ്പറിൻ്റെ 10 രൂപ, യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ സഭയ്ക്കകത്ത് ചർച്ചയാകുന്ന ഒരു ദിവസങ്ങളായിരിക്കാം ഒരു പക്ഷേ. കാത്തിരുന്ന് കാണാം. നയപ്രഖ്യാപനത്തിൽ ഗവർണറുടെ ആക്ഷൻ പ്ലാനോടുകൂടി കിക്ക് സ്റ്റാർട്ട് ആവും. Meet the editors.